പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 36-ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് കാഴ്ചവയ്പ് ശുശ്രൂഷയുടെ അവസാനം അച്ഛൻ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെയും രക്തസാക്ഷികളെയും ഒക്കെ സ്മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ചേർന്ന് നമ്മൾ ബലിയർപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്വരത്തിലെ ആത്മാക്കൾ നമ്മുടെ കൂടെ ചേരുകയാണ്. ഇതൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അതൊരനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അച്ഛൻ ചൊല്ലുന്നൊരു സ്വകാര്യ പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ. ഒരുപക്ഷെ എല്ലാ വൈദികരും അത് ഉറക്കെ ചെല്ലുകയില്ല, ഞാനും ചെല്ലാറില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. എങ്കിലും മനസ്സിലത് ഓർക്കാറുണ്ട്. ഏറ്റവും വിശുദ്ധിയോടുകൂടി നമ്മൾ കുർബാനയിലെ അനാഫറ അല്ലെങ്കിൽ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതിനൊരുക്കമായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ്. വിശ്വാസ പ്രമാണം പ്രിയപ്പെട്ടവർ, നമ്മൾ കുർബാനയിൽ ഇപ്പോൾ സിർ മലബാർ സഭയിലെ കുർബാനയിൽ ചൊല്ലുന്നത് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രഖ്യാപനമാണ്. സാധാരണ നമ്മൾ റോസറി ജപമാലയ്ക്കൊക്കെ ചെല്ലുന്നത് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണമാണ്, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ. പക്ഷെ നമ്മൾ കുർബാനയ്ക്കൊക്കെ ചേരുന്നത് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ രക്തസാക്ഷികളും വിശുദ്ധരുമൊക്കെ ജീവിച്ചു മരിച്ച് രക്തം കൊടുത്ത് നേടിയെടുത്ത സംരക്ഷിച്ച ആ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ വിശ്വാസത്തിൻ്റെ തോത് എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിറയുന്നുവോ അതനുസരിച്ച് കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം കൊണ്ട് ഒന്ന് ചൊല്ലുവാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങണം. എല്ലാവരും ഓരോന്നും എന്തുമാത്രം അർത്ഥമുണ്ടെന്നറിയാമോ? ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ. അപ്പോൾ അദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവാത്ത, നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാനാവാത്ത എത്രയോ കാര്യങ്ങൾ. കുർബാന അദൃശ്യമാണ്, പരിശുദ്ധ ത്രിത്വം അദൃശ്യമാണ്. സർവശക്തനും പിതാവുമായ ഏകദൈവം എന്നാണ് ആദ്യം പറയുന്നത്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഓൾമൈറ്റിയാണ്, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ആളാണ്. ഞാൻ ഇന്ന് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ബോധ്യം തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് എൻ്റെ ഉള്ളിൽ നിറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്താണെന്നറിയാമോ? നമ്മൾ ഇത് എത്രമാത്രം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ചൊല്ലിയാൽ അത്രമാത്രം കൃപ നമ്മുടെ ഉള്ളിൽ നിറയും. ഞാനിത് പറയുവാൻ കാരണം, ഒരിക്കൽ ഞാനതൊരു കുമ്പസാരിച്ച അവസരത്തിൽ ആ അച്ഛൻ വളരെ കാഷ്വലായിട്ട് യാദൃച്ഛികമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, വിശ്വാസ പ്രമാണം കുറച്ചും കൂടി അച്ഛൻ വിശ്വാസത്തോടു കൂടി ചൊല്ലുക. എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ചില അച്ഛന്മാർ ചില കാര്യം പറയുമ്പോൾ നമ്മൾ മറക്കുകയില്ല. അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഇത് ചൊല്ലുമ്പോൾ അച്ഛൻ അന്ന് ഈശോ കാൽവരിയിൽ കുരിശിൽ മരിച്ചപ്പോൾ അച്ഛനെ കൂടി അച്ഛൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചത് എന്നുള്ള ഓർമ്മ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു സാധാ വൈദികനാണ്, ഒരു സാധാരണക്കാരനായ അച്ഛനാണ്. അച്ഛനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അതിൽ നിന്നുമാണ് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിഞ്ഞത്. സത്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശാചിനെ നോക്കി പിശാചിൻ്റെ മുൻപിൽ അവകാശപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഞാൻ എങ്ങനെയാണ് അത് ചൊല്ലാറുള്ളത്? കാരണം എന്താണ്? ദുഷ്ട പിശാചേ, അന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ഈശോ പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ചു, ഇനി നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഇത് നമ്മൾ അവകാശത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് നിങ്ങളുടെ അല്ല ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു ടീം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അവർ നല്ല മസിൽ പവർ ഉള്ളവരാണ്, അവർക്ക് ഗുണ്ടാസംഘങ്ങളുണ്ട്. എത്ര മസിൽ പവറും ഗുണ്ടാസംഘങ്ങളും ആണെങ്കിൽ പോലും നിങ്ങളകത്ത് ചെന്ന് നിങ്ങളുടെ മുറിയിലിരിക്കുന്ന അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന അലമാരിയിൽ നിന്നും ഇത് ആധാരം, അതിൻ്റെ ഡോക്യുമെൻ്റ്, ഈ ആധാരം നിങ്ങളുടെ പേരിലാണല്ലോ എഴുതിയിരിക്കുന്നത്, അത് കൊണ്ടുവന്ന് ഇവരെ കാണിക്കുമ്പോൾ അത് വായിച്ചു നോക്കി ഇവർ ലജ്ജിച്ച് തല താഴ്ത്തി പോകുന്ന ഒരു രംഗം ചുമ്മാ മനസ്സിലൊന്ന് ഓർമ്മിക്കുക. അത് മനസ്സിലേക്ക് നിറയട്ടെ. അപ്പോൾ നമ്മളിത് അവകാശപ്പെട്ടുകൊണ്ട് ഇത് പറയുമ്പോൾ, അന്ന് കന്യകാമറിയത്തിൽ നിന്നും ജനിച്ച് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു. ഇടയ്ക്ക് ഓർക്കാറുണ്ട്, ദൈവമേ, ഈ പന്തിയോസ് പീലാത്തോസ് എത്ര ദുഷ്ടനാണെങ്കിൽ പോലും ഈ വിശ്വാസ പ്രമാണം ഉള്ളിടത്തോളം കാലത്ത് 2 പേരുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് മറിയത്തിൻ്റെ, ഒന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ.
അപ്പോൾ എന്നിട്ട് ഞാനത് ഇടയ്ക്ക് കയറി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിച്ച് ഈശോ എന്നെ രക്ഷിച്ച് എന്നിട്ട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന എല്ലാ ദിവസവും ആവർത്തിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയും. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ ഈശോ വരും. രണ്ടാം ആഗമനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം, അതായത് വിശ്വാസ പ്രമാണം നമ്മിലുള്ള ഈ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആധികാരികമായിട്ട് നമ്മൾ ഉറപ്പിക്കണം. അത് ഹൃദയം കൊണ്ട് നമ്മൾ ചൊല്ലുവാനായിട്ടുള്ള ഒരു കൃപ നിങ്ങൾക്ക് കേട്ടിട്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ശുശ്രൂഷയെ ആശീർവദിക്കുകയാണ്. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. അപ്പോൾ അവിടെ പുരോഹിതന്മാർ, ശുശ്രൂഷികൾ, ബ്രഹ്മചാരികൾ, കന്യകകൾ, എല്ലാ സഹോദരന്മാരെയും ഒക്കെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ എന്നിട്ട് ഔദ്യോഗികമായിട്ട് ഇതാ അൾത്താരയിലേക്ക് പ്രവേശിക്കുകയാണ്, മദ്ബഹായിലേക്ക്. ഇപ്പോൾ അത് അനാഫറായ്ക്ക് ഒരുക്കമായുള്ള ഒരു പ്രവേശനമാണ്. അച്ഛൻ അങ്ങനെ കയറിപ്പോകുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അത്. പാപിയായിരുന്നിട്ടും ദൈവമേ കാരുണ്യപൂർവ്വം നീ എന്നെ നിന്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകാൻ തിരഞ്ഞെടുത്തു. ഞാൻ ഈ അർപ്പിക്കുവാൻ പോകുന്ന ഈ കുർബാന ജനത്തിൻ്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി അനുഷ്ഠിക്കുന്നുവെന്നാണ് അച്ഛൻ ചൊല്ലുന്നത്. പിന്നീട് അച്ഛൻ സഹായാഭ്യർത്ഥനയാണ്, കർത്താവെ ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മിക്കണം, യേശുക്രിസ്തു ആ അച്ഛനിലേക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ബലി അർപ്പിക്കേണ്ടി വരുമ്പോൾ ആ ബലിയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛൻ ഭയത്തോടും വിറയലോടും കൂടി, പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്? സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ, ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അപ്പോൾ അതെല്ലാം ചൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അച്ഛൻ ചൊല്ലുന്ന ഒരു സ്വകാര്യ പ്രാർത്ഥനയുണ്ട്. എത്ര ഹൃദയസ്പർശിയാണെന്നറിയാമോ? അതൊരു ധ്യാനാവസരത്തിൽ കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും മുടക്കാറില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ കുർബാനയുടെ ചെറിയ പുസ്തകമുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്ന് വായിച്ചു നോക്കിക്കേ. കർത്താവും ദൈവവുമായ മിശിഹായേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ. അച്ഛനാ പറയുന്നത്, ഞങ്ങളുടെ ദുഷ്ടതയുടെ ആധിക്യം നിമിത്തം നീ കോപിക്കരുതേ. വൈദികൻ സത്യത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, ഈ ജനത്തെ നീ ഒരിക്കലും ജനത്തോട് കോപിക്കരുത്. ഞാൻ അവർക്ക് വേണ്ടി ബലിയാടായിക്കൊള്ളാം. നീ സ്വീകരിച്ച ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ സമയത്തിൻ്റെ സമാപ്തിയിൽ പ്രത്യക്ഷനാകുമ്പോൾ, അതായത് രണ്ടാം ആഗമനത്തിൽ ഈശോ വരുമ്പോൾ ഈ ഭൂമിയിൽ അന്ന് പലസ്തീനായിൽ ജീവിച്ചിരുന്ന അതേ യേശുവാണ് വരുന്നത്. നമുക്ക് ആ യേശുവിനെ കാണാൻ കഴിയും. എന്നിട്ട് പറയുന്നതാണ്, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകാൻ വേണ്ടി കർത്താവേ, ഈ ബലി നീ പവിത്രീകരിക്കണമേ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമേ. കർത്താവേ, ദൈവമേ, നിങ്ങളെല്ലാവരും ഇത് അച്ഛന് ഹൃദയം കൊണ്ടാണ് ചൊല്ലുന്നത്. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ നീ ഇതിന് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ ദിവസങ്ങളിലൊക്കെ അല്പം വേഗത കുറച്ചാണ് പോയത്. പക്ഷേ ഇനി അല്പം വേഗതയിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ കുർബാനയുടെ അവസാന ഭാഗം വരെ എത്താൻ കഴിയില്ല. ഇനി നമ്മൾ കുർബാനയുടെ 4ാം ഭാഗത്തേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അനാഫുറ എന്ന് പറയും. അതിന് പ്രണാമ ജപങ്ങൾ എന്ന് പറയും. അതായത് വൈദികൻ കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിലാണ് ചൊല്ലേണ്ടത്. പക്ഷെ അച്ഛന്മാരെല്ലാവരും തന്നെ അല്പം ഉയർന്ന സ്വരത്തിൽ ചൊല്ലുന്നത് ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഗഹന്ത പ്രാർത്ഥനകൾ എന്ന് പറയും. ഈ അനാഫറ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഉയർത്തൽ അഥവാ സമർപ്പണം എന്നാണ്. ഇന്ന് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അദ്ദായുടെയും മാറിയുടെയും പേരിൽ അറിയപ്പെടുന്ന അനാഫറയാണ്. നമുക്ക് വേറെ 2 അനാഫറകൾ കൂടിയുണ്ട്, തേബോറിൻ്റെയും നെസ്തോറിയസിൻ്റെയും. അത് വല്ലപ്പോഴുമൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുവാനൊക്കെ ശ്രമിച്ചെങ്കിലും പലപ്പോഴും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു മാറ്റവുമില്ല. വല്ലപ്പോഴുമെങ്കിലും അത് മാറി ചൊല്ലുന്നത് എപ്പോഴും നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ആമുഖ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 4 പ്രണാമ ജപങ്ങൾ അല്ലെങ്കിൽ അനാഫറ പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. നമ്മൾ 1, 2, 3, 4 എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഞാൻ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. 1ാമത്തെ പ്രണാമ ജപത്തിൽ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി ഓർത്ത്, എല്ലാം നമ്മുടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, എവ്കരിസ്റ്റിയോണാണ്. 2ാമത്തേത് എന്നാണ്? ഓശാന പ്രാർത്ഥനയുടെ തൊട്ടു മുൻപാണ്.
നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈശോയിലൂടെ നമുക്ക് കിട്ടിയ, പിതാവായ ദൈവത്തിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് രണ്ടാമത്തേതിൽ ഓർക്കുന്നത്. ഒന്നാമത്തേതിൽ ത്രിയേക ദൈവം നമുക്ക് തന്ന പൊതുവായ അനുഗ്രഹങ്ങളാണ്. രണ്ടാമത്തേതിൽ പിതാവായ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം. മൂന്നാമത്തേത് നമ്മൾ എന്താണ്, കൂദാശാവചനങ്ങൾക്ക് തൊട്ടു മുൻപും അതിനുശേഷവും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. രക്ഷകനായ ഈശോയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. നാലാമത്തേത് നമ്മൾ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപുള്ളത്, അത് പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ 4 ഗഹന്ത പ്രാർത്ഥനകൾ. ഒന്നാമത്തേത് ദൈവം, ത്രിയേക ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പൊതുവായിട്ട് ഓർമ്മിക്കുന്നു. രണ്ടാമത്തേതിൽ പിതാവായ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുന്നു. മൂന്നാമത്തേതിൽ രക്ഷകനായ ഈശോയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർക്കുന്നു. നാലാമത്തേതിൽ പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർക്കുന്നു. നാളെ മുതൽ നമ്മൾ ഓരോ അനാഫ്രായും അല്പം വിശദീകരിച്ച് അതിൻ്റെ ആത്മീയ സൂചനകൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ അവസാനം പറഞ്ഞത് ഇതൊരു പഠന ധ്യാനം കൂടി ആയതുകൊണ്ട് അനാഫ്ര എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചത് അർത്ഥപൂർണമായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലണം. സാത്താന്റെ മുഖത്ത് നോക്കി അധികാരത്തോടെ, ദുഷ്ടപിശാചേ, നിനക്ക് ഇനി ഈ ദിവസം എന്നെ തൊടാൻ കഴിയില്ല. കാരണം എന്താണ്? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ഈശോ ചോര ചിന്തി സ്വന്തമാക്കിയ മകളാണ് ഞാൻ. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കൂടുതൽ താല്പര്യമുള്ളവർക്ക് 2 വചനം കൂടി പറഞ്ഞു തരാം. എന്നും പ്രഭാതത്തിൽ ഞാൻ അവകാശപ്പെട്ടുകൊണ്ട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. മുട്ടുകുത്തി കർത്താവിന്റെ മാലാഖ ചൊല്ലിയിട്ട് ആദ്യം ചൊല്ലുന്നതാണ് 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിന്റെ 19-20 വചനങ്ങൾ. 19b-യും 20a-യും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. രണ്ടാമത്തേത് 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി മാറരുത്. ഈ 2 വചനങ്ങൾ ഞാൻ 3 വട്ടം ആവർത്തിച്ചിട്ട് എല്ലാ ദിവസവും പറയും, ദുഷ്ടപിശാചേ, നിനക്ക് എന്നെ തൊടാൻ കഴിയില്ല. കാരണം ഈശോ ചോര ചിന്തി വിലയ്ക്ക് വാങ്ങിയ മകനാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ഈ 2 വചനങ്ങൾ മനഃപ്പാഠമാക്കി അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. ദുഷ്ടപിശാചേ, ഞാനിന്ന് ദീർഘദൂരം വണ്ടി ഓടിക്കും, എന്നെ അപകടത്തിൽ ചാടിക്കാൻ നിനക്ക് കഴിയില്ല. ദുഷ്ടപിശാചേ, ഞാൻ ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ നിനക്ക് കഴിയില്ല. കാരണം ഈശോ ചോര ചിന്തി വിലക്കി വാങ്ങിയ മകനാണ്. ഇന്ന് ദേഷ്യപ്പെടാനായിട്ട് ഇടയാവുകയില്ല. കാരണം ഈശോയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് മലിനമായ ചിന്തകളൊന്നും കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല. കാരണം ഈശോ ചോര ചിന്തി വിലക്കി വാങ്ങിയ മകനാണ് ഞാൻ. ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. 1 കൊരിന്തോസ് 6:19-20. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, മനുഷ്യരുടെ അടിമകളായി തരരുത്. കർത്താവേ, ഈ വിശ്വാസ പ്രമാണം അധികാരത്തോടെ, അവകാശത്തോടെ പിശാചിന്റെ മുഖത്ത് നോക്കി ഉറക്കെ ചെല്ലാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, നാളെ മുതൽ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു എന്ന് പറയുമ്പോൾ ഓരോ മക്കളും തനിക്ക് വേണ്ടിയാണ് ഈശോ കാൽവരി കയറിയത് എന്നുള്ള ഓർമ്മയിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു. കുർബാന യാന്ത്രികമായിട്ട് മാറാതെ കുർബാനയുടെ അനുഭവമായിട്ട്, അഭിഷേകമായിട്ട് മാറട്ടെ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പാവനാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.